മച്ചന്മാരെ എല്ലാവരും ബഹുമാനിച്ചിക്കണ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് രണ്ട് വണ്ടിയുടെ കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. എൻ്റെ വണ്ടി പിയാഗിയോൻ്റെ ആപ്പാസിറ്റി നെക്സ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബജാജ് കോമ്പാക്റ്റിൻ്റെ ബജാജ് CNG വണ്ടിയാണ്. അപ്പോൾ ഇത് എൻ്റെ വണ്ടി തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് വണ്ടിയുടെയും ഗുണങ്ങളും പോരായ്മകളും ഞങ്ങളുടെ ഈ വണ്ടി ഇപ്പോൾ ഒരു വർഷമായി, ഏകദേശം 2024 മോഡലാണ്. ഇത് 2022 മോഡൽ. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 3 വർഷം പ്രായമുണ്ട്, ഇതൊരു വർഷം. ഈ രണ്ടിന് യൂസ്ഡ് എക്സ്പീരിയൻസ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഞാൻ തന്നെ തുടങ്ങിയാലോ? പറഞ്ഞു. അപ്പോൾ നമ്മുടെ കോമ്പാക്റ്റ് വണ്ടീൻ്റെ 3 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഫസ്റ്റ് ആയിട്ട് തുടങ്ങുകയാണ്. ഇതിന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ആദ്യം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ്. ഇതിപ്പോൾ KL 55, ഇതും KL 55 ആണല്ലോ. ഇത് രണ്ടും എവിടെയാണ് രജിസ്ട്രേഷൻ വരുന്നത്? അത് തിരൂര്. എനിക്കറിയാം, ഞാനറിയോ നോക്കിയാ. അത് നല്ലതാ. തിരൂരാണ് നമ്മുടെ രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് തുടങ്ങുന്നതിന് നോക്കാം. നമ്മളെ അത്യാവശ്യം മോഡലിൽ ഭംഗി എന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷകളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ബജാജിന്റെ കോമ്പാക്റ്റ്. ആര് പറഞ്ഞു ഓട്ടോറിക്ഷകളുടെ രാജാവ് ബജാജാണെന്ന്? ചോദിച്ചു വെറുതെയാണ്. അതൊന്നും നിങ്ങൾക്ക് മാത്രം കിരീടമുണ്ട്, ഞങ്ങൾക്കൊന്നും കിരീടമില്ല. പടയാളികൾ തന്നെയാണ് ചങ്ങായി. ഒന്ന് ആലോചിച്ച് നോക്കി, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിട്ടുള്ള വണ്ടി അതേ കാരം അത് ബജാജ് അല്ലേ? അത് ബജാജ്. അപ്പൊ പിന്നെ അതല്ലേ രാജാവ്. രാജാവ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരുപാട് ഉറുമ്പുകളുണ്ട്, അതിൽ ഒറ്റ കിങ്ങേ ഉണ്ടാവുള്ളൂ. പക്ഷെ കൂടുതലുള്ളത് അനുയായികളാണ്. അത് നമുക്കൊന്ന് നോക്കാം. കാരണം എന്താണെന്ന് വെച്ചാല് അനുയായികൾ കൂടുതലാണോ വണ്ടിയുടെ മെയിൻ്റെനൻസും കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ആൾക്കാർക്ക് ആവശ്യം. കാരണം എന്താ വെച്ചാൽ ഈ വണ്ടീന്റെ കംപ്ലൈൻസ്, അതിനും കംപ്ലൈൻസ് എത്ര മാറ്റങ്ങൾ വരുന്നുണ്ട് നമുക്ക് വിശദീകരിച്ച് ഓരോ പാർട്സുകളും വെച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം. കംപ്ലൈൻസ് എന്ന് പറഞ്ഞത് ഒരാൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഉണ്ടാവും. ഈ വണ്ടി ഉപയോഗിക്കുന്നത് വണ്ടി തീരെ ഉപയോഗിക്കാത്ത അറിയാത്ത ഒരാളാണെങ്കിൽ ഈ വണ്ടിക്ക് കംപ്ലൈന്റ് കൂടും. ഈ വണ്ടി നന്നായിട്ട് ഉപയോഗിക്കാൻ നല്ലപോലെ കൊണ്ടുനടക്കുന്ന ഒരാളാണെങ്കിൽ ഇതിന് കംപ്ലൈന്റ് കുറയും. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അത് പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ ഇതെന്ന് പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്ന ചറപറ യൂസ് ചെയ്യാണ്. ഇതിപ്പോ കേരളം മൊത്തം തന്നെ ഇതിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ ഓട്ടോഷെറ്റ്. പിന്നെ അത് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ടല്ലോ, അതൊന്ന് കാണണല്ലോ. അത് കാണാൻ ഓട്ടോഷെറ്റ് കേരളം മൊത്തം പോയി. അപ്പൊ ഈ കയറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താ ചെയ്യുന്നത്? കയറ്റുള്ള സ്ഥലങ്ങളിൽ കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് സെക്കൻഡിൽ ഇട്ടിട്ട് എല്ലാ ജില്ലകളിലും കിട്ടുന്നുണ്ടോ? ഇടുക്കി അതുപോലുള്ള ഇതിലുള്ള മൂന്നാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. ഹൈ റേഞ്ചുകൾ കുറവാണ്, ബാക്കിയുള്ളിടത്തൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഞങ്ങൾ കുറച്ച് പെട്രോൾ ഉണ്ടല്ലോ, നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അതിനുണ്ട് 2 ഓപ്ഷൻ, പക്ഷെ ഇതിനുണ്ട് 2 ഓപ്ഷൻ. അതിൽ എത്ര ലിറ്റർ വരുന്നുണ്ട്? ഇതിന് 2.8 ആണ് പെട്രോൾ എഞ്ചിൻ ഇത് വരുന്നത് ടാങ്ക്. അപ്പൊ ഞങ്ങളത് എന്ന് പറഞ്ഞാല് 2.5 ലിറ്റർ, അതും 2.5 ലിറ്റർ 2.5 ലിറ്ററാ. ഏകദേശം പെട്രോൾ ഒരുപോലെ ആയിരിക്കും. നിങ്ങളുടെ ഗ്യാസിന്റെ കപ്പാസിറ്റി എത്ര? ഗ്യാസിന്റെ കപ്പാസിറ്റി പറഞ്ഞാൽ 5 kg ആണ് കാണിക്കുന്നത്. കേജ് കണക്കാണ്. ഇതെങ്ങനെയാണ് കണക്കാക്കുന്നത്? ലിറ്റർ ആണ് പറയുന്നത്, കമ്പനി പറയുന്നത് ലിറ്റർ ആണ്. 40 ലിറ്റർ ആണ് ഇതിന്റെ കപ്പാസിറ്റി പറയുന്നത്. അതുപോലെ കമ്പനി ഇതിന് 50 കിലോമീറ്റർ മൈലേജ് പറയുന്നുണ്ട്. നിങ്ങളെ ഈ പാട്ടവണ്ടിക്ക് എത്ര പറയുന്നുണ്ട്? ഞങ്ങളത് 40-45 ആ ലെവലിലാണ് പറയണേ. കിട്ടുന്നുണ്ട്. അത്രയും കിട്ടുന്നുണ്ട്. നോർമൽ ഇപ്പൊ ഈ റോഡൊക്കെ ഹൈവൊക്കെ NH ഒക്കെ കംപ്ലീറ്റ് ക്ലീൻ ആയതുകൊണ്ട് ഇപ്പൊ അത് സംഭവം കിട്ടുന്നുണ്ട്. അപ്പൊ പഴയ വണ്ടിനെ അപേക്ഷിച്ചിട്ട് മൈലേജിൽ നമുക്ക് വേണമെങ്കിൽ CNG നല്ലതെന്ന് പറയാം. കാരണം പഴയ ഡീസൽ വണ്ടികൾ ഈ ഒരു ഇതിലുള്ളത് ആപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30, 28, 30 ഒക്കെയാണ് മൈലേജ് കിട്ടുക. അതേപോലെ ബജാജിന്റെ വണ്ടികൾക്ക് ഡീസലിന് കിട്ടുന്നത് ഒരു 36, 37, 35 ആ ലെവലിലാണ്. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിന് 40 കിട്ടുന്നുണ്ട് ഓരോ വണ്ടിക്ക്. അപ്പൊ CNG ബെറ്റർ ആണ് ഫ്യൂവലിന്റെ കാര്യത്തിൽ. അപ്പൊ നമുക്ക് രണ്ടാളെ വണ്ടി ഉണ്ടല്ലോ അപ്പൊ ഇവിടെ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് വണ്ടിയുടെ ഉള്ളിലുള്ള പ്രൊസീജിയറും കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. ആദ്യം ഞാൻ എൻ്റെ വണ്ടീൻ്റെ പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ ഡീസൽ നമ്മൾ എല്ലാവരും ബജാജിൻ്റെ എല്ലാ സംഭവം കാണുന്നതാണ് എല്ലാവരും. അതേപോലെ തന്നെയാണ് ഇതിനും പ്രത്യേകിച്ച് ഒന്നും മാറ്റങ്ങളൊന്നുമില്ല. എന്നാലും ചെറിയ ചെറിയ മാറ്റങ്ങൾ മീറ്ററിൽ അഥവാ ഗ്യാസിൻ്റെ സിഗ്നേറ്ററുകൾ, അതുപോലെ കാര്യങ്ങൾ മാത്രമുള്ളൊരു മീറ്റർ, അതേപോലെ കിലോമീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ചാവിമേ തന്നെയാണ് സെൽഫ് വരുന്നത്. അതേപോലെ സെൽഫ് സ്റ്റാർട്ടിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂട്രലിലേക്ക് ഇട്ടതിന് ശേഷം ഇതാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്. അതേപോലെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് രണ്ടും ഓടുന്ന സമയത്ത് തന്നെ വണ്ടിയുടെ CNGയിലേക്ക് മാറ്റും ചെയ്യാം, അതേപോലെ പെട്രോളിലേക്ക് മാറ്റാം. പിന്നെ ഇത് പാർക്കിംഗ് ഇൻഡിക്കേറ്റർ, പിന്നെ ഇത് ലൈറ്റ്, അതേപോലെ ഇത് ഓണിൻ്റെ സിസ്റ്റം. നമുക്ക് രണ്ട് ഓൺ നമുക്ക് ഫിറ്റ് ചെയ്യാം. ഒന്ന് കമ്പനി ഓൺ, ഒന്ന് നമുക്ക് എക്സ്ട്രാ ഫിറ്റിങ്സ് വെക്കാം. അതേപോലെ ഇത് ഡോറ്, ഇതിന്റെ സാധനങ്ങൾ അതൊക്കെ എല്ലാ വണ്ടിയിലുള്ളതാണ്. പറഞ്ഞിട്ട് തീരാനല്ല, അതിന് മാത്രമുള്ള കാര്യങ്ങൾ ഈ വണ്ടിയിലുണ്ട്. ഇതിന്റെ എത്ര ഉണ്ടായിരുന്നു? ഏത് ഇതിലൊന്ന് കാണിച്ചടിക്കുന്നത്? ഇതിലിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ഇത് സെയിം നമ്മുടെ മറ്റു വണ്ടികളൊക്കെ പോലെ തന്നെ ക്ലച്ച് ഗിയർ ഇവിടെ വരുന്നത്, ബ്രേക്ക്, അതേപോലെ
ഇത് നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ പാസ്സാണ് വരുന്നത്, ഹോണ്, സെൽഫ് മോട്ടറിന്റെ സ്വിച്ച്, ഇൻഡിക്കേറ്റർ, പിന്നെ ഇവിടെ നമ്മുടെ ഹസാർഡ് ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ എക്സ്ട്രാ 2 സ്വിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ വെക്കണം അതിന് വേണ്ടിയിട്ട്. അതേപോലെ ഇതാണ് CNG പെട്രോൾ കൺവേർട്ട് ചെയ്യുന്ന സ്വിച്ച്. ഇത്രേ വരുന്നുള്ളൂ മെയിനായിട്ട്. പിന്നെ വണ്ടിയുടെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മറ്റേ വണ്ടീനേക്കാളും സ്പേസ് ഉണ്ട് വണ്ടിക്ക്. അത് നമ്മളൊരു അഹങ്കാരം തന്നെയാണല്ലോ. ശരി, ആ ഒരു വണ്ടി അത് എന്ന് പറയാൻ ഇതിലുള്ള തന്നെയാണ് അതിലുള്ളത്, അല്ലാതെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണുന്നില്ല. പക്ഷേ കുറച്ച് സ്പേസ് ഉള്ളമാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഗ്യാസും കുറ്റിയൊക്കെ വൃത്തിയിൽ വെക്കണമെങ്കിൽ ഞങ്ങളെ വണ്ടി തന്നെ വേണം. അത് ഞാൻ സമ്മതിച്ചു വെച്ചാൽ അത് ഓക്കെയാണ്. പാസഞ്ചർ സ്പേസ് ആണെങ്കിലും കാല് അത്യാവശ്യം നേരം പോലെ നിർത്തി വെക്കാനൊക്കെ നമ്മുടെ വണ്ടി തന്നെ പറ്റുള്ളൂ. ബാക്ക് സ്പേസും ഒക്കെ രണ്ടിനും ഏകദേശം ഒരേപോലെ വരും. പക്ഷെ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിലും വണ്ടിയിൽ സോഫ്റ്റ്നെസ് ഉണ്ട്. വണ്ടിയിൽ ഇരിക്കാനും യാത്ര ചെയ്യാനും ഒരു സാധാരണ ഒരു മനുഷ്യന് നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്യാസും കാര്യങ്ങളൊക്കെ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ആൾക്കാർക്ക് സുഖത്തിൽ യാത്ര ചെയ്യാൻ ഞങ്ങളെ വണ്ടി പറ്റും. അത് അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലാതെ 3 ആൾക്ക് കമ്പനി പറയുന്നത് 3 ആളാണ്. ഇതിന് എങ്ങനെ സോഫ്റ്റ്നെസ് കിട്ടി? ഇപ്പൊ ഈ പറയുന്ന ഈ ഒരു ആക്ഷന്റെ ആക്ഷൻസ് ഞാൻ എക്സ്ട്രാ വെച്ചിക്കണെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് എക്സ്ട്രാ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, അല്ലാതെ കമ്പനി കൊടുത്ത സോഫ്റ്റ്വെയറിന് ഈ ഒരു വർക്കിംഗ് വരുന്നില്ല. പക്ഷെ കള്ളനല്ല ഇത് ഞാൻ പറഞ്ഞാൽ ഇതിന് സോഫ്റ്റ്വെയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ അതല്ല, ഇതിന് സോക്ക് ആപ്സർ വെക്കുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ എന്താ കാട്ടിക്കണേ, ഇതിന് ഓട്ടോമാറ്റിക് വണ്ടിക്ക് ജർക്കിങ്ങും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഓട്ടോമാറ്റിക് കസ്റ്റമേഴ്സ് തന്നെ പറയുന്നുണ്ട് ഈ വണ്ടിയിൽ ഇരിക്കാൻ നല്ല സുഖമാണ് ഡീസൽ വണ്ടിനെ സംബന്ധിച്ച്. തനിക്ക് സോക്ക് ആപ്സർ കേടന്നപ്പോൾ പുതിയൊരു സോക്ക് ആപ്സർ ഇട്ടാ പോരാ, എന്തിനാ കൊണ്ട് ചെയ്തിട്ട്? അത് ഞാൻ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടി ചെയ്താണ്. ആദ്യം മുതലേ പറഞ്ഞു വരുന്നത് കള്ളാണ്. നമ്മുടെ വണ്ടിക്ക് ഇൻബിൽട്ട് അത്യാവശ്യം വണ്ടിയും കയറണത് നമുക്ക് തൊട്ടാൽ തന്നെ അറിയാം. അതിന്റെ ഒരു ആക്ഷൻ കണ്ടില്ലേ? അത് കാണുന്നുണ്ട്, നല്ലോണം അസൂയ തോന്നും. കുറ്റം പറഞ്ഞിട്ട് കാര്യം ഇത് എനിക്ക് തോന്നുന്നില്ല. ഇത് കണ്ടിട്ട് തന്നെ ഇതൊരു സേഫ്റ്റി കൊടുക്കേണ്ട നമ്മളെ വണ്ടിയിൽ കയറുന്ന പാസഞ്ചറിനാണ്. നിങ്ങളെ വണ്ടിന്റെ CNG സിലിണ്ടർ എവിടെ വരുന്നത്? CNG സിലിണ്ടർ ഞങ്ങളെ പാസഞ്ചർ എടുക്കുന്നതിന്റെ ചോട്ട് തന്നെയാണ് വരുന്നത്. അതാണ് കുറച്ചുകൂടി സേഫ്. കാരണം ഇതൊക്കെ ഇതിനൊരു പ്രശ്നമുണ്ട്. നമ്മളെ ഓൾറെഡി ഇവിടെയാണ് ഇതിന്റെ CNG എടുക്കുന്നത്. ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് മറിഞ്ഞിട്ട് ഓട്ടോമാറ്റിക് പെട്ടെന്ന് ഇതിലേക്ക് ജർക്കിങ് വന്നിട്ട് ഇതിനെ പൊട്ടിത്തെറിക്കാൻ സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് ഇവിടെ. അത് നല്ലതാ, അത് പറഞ്ഞാൽ മതി. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഇതിന്റെ സുന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങോട്ട് വരി, ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ സുന എന്ന് പറഞ്ഞത് നമ്മൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഈ ഒരു അടപ്പ് അതല്ല ആയിക്കോട്ടെ, ഈ പ്ലാസ്റ്റിക്കിന്റെ ഒരു കെൽപ്പിമേണ് ഇത് നിൽക്കണേ. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങോട്ട് ചെരിഞ്ഞാൽ അതോ ഈ വണ്ടി ഓടിച്ച ആൾക്കാർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഒടിവ് കിട്ടണില്ല. ഒടിഞ്ഞു കഴിഞ്ഞാൽ അത്ര എൻ്റെ വണ്ടി ഓടിക്കണമാർക്ക് സ്പീഡ് ഒന്നും ഓടിക്കാനൊന്നും പറ്റില്ല. ഓടിച്ചു കഴിഞ്ഞാൽ നിലത്ത് എടുക്കും. അങ്ങനെ ഈ പറഞ്ഞ പോയിന്റ് അവിടെയാണ്. ഏറ്റവും കൂടുതൽ ഒടിവുള്ള വണ്ടിയാണ് മറിയാൻ ചാൻസ്. ഈ വണ്ടി എങ്ങനെ തിരിച്ചാലും ആ വണ്ടിയുടെ അത്ര മറിയില്ല, തിരിയില്ല. അതുകൊണ്ട് തന്നെ മറിയാൻ ചാൻസ് കുറവാണ്. അത് ഓടിച്ച ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ സംഭവം ഓട്ടോമാറ്റിക് ഒരു വണ്ടി ഈ ഒരു ചെറിയൊരു ഇതിമാണ് ഉറപ്പുമേ നിൽക്കണേ. പെട്ടെന്നൊരു വണ്ടി സ്വാഭാവികമായിട്ടും മറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം പൊട്ടിത്തെറിച്ചും ഇതിന് ഗ്യാസ് പോവും, കത്താനുള്ള സാധ്യത കൂടുതലാണ്. അത് പറഞ്ഞാലും ഈ ബോഡിയുടെ ഇത് കഴിഞ്ഞിട്ടുള്ളത് ഇതിന്റെ ഉള്ളിലേക്ക് വരുള്ളൂ. ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടി മറിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് തട്ടും. ഇതെന്ന് വെച്ചാൽ ഈ ബോഡി ഈ പവറുള്ള ബോഡി ഓൾറെഡി ഉണ്ട്, അത് ചപ്പിയിട്ട് വേണം അതിന്റെ ഉള്ളിലേക്ക് പോവാൻ. അതാണ് ഇതിന്റെ പ്രശ്നം. ആക്സിഡന്റ് ബാക്കിൽ നിന്നാണ് വരുന്നത്. ഈ പറഞ്ഞ പോലെ നേരെ സിലിണ്ടറും ഒക്കെ വരുന്നത് ഇതിന്റെ ഉള്ളിൽ പാസഞ്ചർ അടക്കം പൊട്ടിത്തെറിക്കും. നമ്മുടെ ഈ ബാക്കിൽ നിന്ന് അടിച്ചാൽ ഇവിടെ വരെ വരണം, ഡ്രൈവർ സീറ്റ് വരെ വന്നാലേ സിലിണ്ടറുമൊക്കെ എത്തുള്ളൂ. അപ്പൊ അത്രയും ഒരു സേഫ്റ്റി നമ്മളെ വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ വണ്ടിൻ്റെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വണ്ടീൻ്റെ ഓയിൽ ചേഞ്ചിങ്, ടൈമിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എൻ്റെ വണ്ടി ഒരു വർഷത്തിൻ്റെ ക്യാപ്പായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ? ഓയിൽ എത്ര വർഷം കഴിയുമ്പോൾ മാറ്റണം? മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഓയിൽ ചേഞ്ചിങ് തന്നെയാണ്. ഓയിൽ ചേഞ്ചിങ് ഒരു 2500 ഒക്കെ ആവുന്ന സമയത്ത് മാറണം. 2500 കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ മാറേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു 5000-6000 കിലോമീറ്റർ വരെ പോകും. 6000 കിട്ടും. മിനിമം 8000 കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത്. 8000 കിലോമീറ്റർ ആകുമ്പോൾ മാറ്റിയാൽ മതി. പക്ഷെ നമ്മൾ കുറച്ച് എഞ്ചിൻ ഓയിൽ നല്ല ക്വാളിറ്റി ഉള്ള വെച്ചാൽ 10000 ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് 10000 ഡീസലിനാണ് തോന്നുന്നത്. ഇതെന്ന് വെച്ചാൽ ഇതിന് 8000 ആണ് ലാസ്റ്റ് പറയുന്നത്. പക്ഷേ നമ്മളൊരു 6000 ആകുമ്പോഴത്തേന് മാറ്റണതാണ് നമുക്ക് നല്ലത്. ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ വലിയ സമയത്ത് കുറേ കഴിഞ്ഞാൽ ഓയിൽ മാറ്റാറായി എന്ന് നമ്മൾക്ക് കാണിച്ചു തരും. ഈ വണ്ടിന് ഓട്ടോമാറ്റിക്കായിട്ട് വലിയൊന്നും ഉണ്ടാവില്ല, എഞ്ചിൻ പണി ആവില്ല. വണ്ടി കയറ്റത്തിലൊക്കെ വലിവ് പറ്റ കുറഞ്ഞ് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓയിൽ കയ്യാറായിരിക്കണം, ഓയിൽ മാറ്റാറായിരിക്കണം. ഓയിൽ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇത് നരിയാം. ആ കയറ്റൊക്കെ എത്ര ആൾക്കാരും കയറ്റും. പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്
ഈ ഓയിൽ കംപ്ലൈൻറ്റ് ആയിക്കണ്, കഴിഞ്ഞിക്കണ്, തേയ്മാനം ആയിക്കണ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു സൂചന ആയിട്ട് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് വണ്ടി ഓടിച്ചുമ്പോൾ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ വണ്ടിക്ക് ഒരു ഡീഗ്രേഡാണ് 2500-3000 ഓയിൽ മാറ്റേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അത് തന്നെയാണ് നല്ലത്. അതേപോലെ സ്പേസും അത്യാവശ്യം വലുപ്പമൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടി തന്നെയാണ് നല്ലത്. സ്പേസ് കുറവാണെങ്കിലും കുഴപ്പമില്ല, കാണാൻ ലുക്കും മൊഞ്ചും ഒക്കെ ഉള്ളത് ബജാജ് തന്നെയാണ്. ലുക്കും മൊഞ്ചും ഇപ്പോൾ നമ്മളെ ഈ വുഡൊന്നും ഇറക്കിയിട്ട് നല്ല വുഡൊക്കെ കയറ്റിയാൽ നമ്മളെ വണ്ടി ലുക്കും. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാല് പ്രശ്നങ്ങൾ പറയട്ടെ, അതുണ്ട് പോട്ടെ. പറയുമ്പോ എല്ലാതും പറയണല്ലോ, പറയണം. നല്ലത് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ ദോഷങ്ങളും പറയുമ്പോഴേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അവർ ഉപകാരപ്പെടുള്ളൂ. അപ്പൊ ഈ വണ്ടിയുടെ എനിക്ക് അനുഭവത്തിൽ ഉണ്ടായ എന്റെ ഫ്രണ്ടിന് ഉണ്ടായ ഒരു അനുഭവം പറയുകയാണെങ്കിൽ മഴക്കാലാണ് എല്ലായിടത്തും വെള്ളമാണ്. അപ്പൊ ഈ വെള്ളമുള്ള സമയത്ത് നമ്മൾ വണ്ടി കൊണ്ട് സ്പീഡിലൊക്കെ പോകുമ്പോ സെൻസർ ഇതിനുണ്ട് പക്ഷെ ചില സമയത്ത് വണ്ടി ഓഫായി പോണ ഒരവസ്ഥ, വെള്ളമൊക്കെ തട്ടി കഴിഞ്ഞാൽ ഓഫായി പോവാ. പിന്നെ വണ്ടി സെൽഫ് അടിച്ചാലൊന്നും കിട്ടണില്ല, സെൽഫ് ഇങ്ങനെ അടിക്കാന്നല്ലാതെ വണ്ടി സ്റ്റാർട്ട് ആവണില്ല. പിന്നെ അത് കുറെ നേരം കിടന്ന് ഹീറ്റൊക്കെ മാറിയതിനു ശേഷം വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. 100 പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ട് ഷോറൂമിൽ നിന്ന് ആള് വന്നിട്ട് സെൻസറൊക്കെ റെഡി ആക്കിയതിനു ശേഷമാണ് വണ്ടി സ്റ്റാർട്ട് ആയത്. അതുപോലെ എന്തെങ്കിലും ഈ വണ്ടിക്ക് ഉണ്ടോ? അല്ല, ഇതുപോലെ ഇത്രയും 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് മയത്തുകൂടി വള്ളത്തുകൂടി തോട്ടുകൂടി ഒക്കെ പോയിട്ടും ഇതുവരെ ഈ സെൻസർ അങ്ങനെ ഒരു വണ്ടി നിൽക്കുക, വണ്ടി ഓഫായി നിൽക്കുക, വണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുക, എന്നിട്ട് സ്റ്റാർട്ടാക്കുക, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിന് ഒരു പ്രശ്നം ഇതുവരെ ഇപ്പോൾ 3 കൊല്ലമായിട്ട് ഇപ്പോൾ കണ്ടുവന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സെൽഫ് മോട്ടർ ഒരു പ്രാവശ്യം പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി വന്ന് കംപ്ലൈൻ്റ് ആയി വന്ന് അതിൻ്റെ ശേഷം ഗ്യാസിൻ്റെ സാധനങ്ങളൊക്കെ ഒരു 30,000 കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യണം. അത് വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ ഓടിക്കുന്നത് എന്റെ വണ്ടി 1,30,40,000 ഓടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വണ്ടി ഒരു വർഷമായി ഏകദേശം 27,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. നിന്റെ മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും പാർട്സ് മാറ്റിക്കണം, ക്ലച്ച് ഡിസ്ക് അങ്ങനെ എന്തെങ്കിലും? ഇതിന്റെ മെയിൻ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കാണിച്ചാൽ ഇതിന്റെ ഇഞ്ചിന്റെ ഔട്ടർ അല്ല ഇഞ്ചിന്റെ എന്താ നമ്മൾ പറയാന്ന് ഉദ്ദേശിച്ചാല് ഇഞ്ചിന്റെ ടോപ്പ് ഉണ്ടല്ലോ, ആ ടോപ്പ് ഇവിടെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. എഞ്ചിന്റെ ടോപ്പ്. ക്ലച്ച് ഡിസ്ക് ഒന്നും പ്രശ്നം, ക്ലച്ച് ഡിസ്കും ചെറുതായിട്ടൊരു തേയ്മാനം വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡിസ്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. 1,00,000 കിലോമീറ്റർ അത്യാവശ്യം ഓടി. അപ്പോ ഇതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ ഇപ്പൊ കഴിഞ്ഞു. 3 കൊല്ലത്തെ ഇതായിരുന്നു. 1 വർഷം 1,00,000 കിലോമീറ്ററോ അല്ലെങ്കിൽ 3 വർഷമാണ് ഇതിന്റെ ഫുള്ള് ഇതിന്റെ നമ്മളെ സെൻസർ എന്നൊക്കെ പറയണ്ടല്ലോ, അതിനുള്ള ഗ്യാരണ്ടി റീപ്ലേസ്മെന്റ് ഒക്കെ അതൊക്കെ ഇനി കഴിഞ്ഞ് ഇനി നമ്മൾ തന്നെ ഏറ്റെടുക്കണം. പക്ഷെ ഇതുവരെ നമുക്കൊന്നും കുഴപ്പങ്ങളൊന്നും കണ്ടിട്ടില്ല. പൊതുവെ നല്ല വണ്ടികളും സെൻസറാണ് വരുന്നത്. ഇതായാലും ഒക്കെ സെൻസർ വരുന്നുണ്ട്. അതിന്റെ ചില പോരായ്മകളെന്ന് വെച്ചാൽ ചില ഷോറൂമിലൊന്നും സർവീസ് സെന്ററിലൊന്നും കൊണ്ടുപോയാൽ വണ്ടി എടുക്കണില്ല, കമ്പനിയിൽ തന്നെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അത് ഇനി സർവീസ് സെന്ററിലൊക്കെ റെഡി ആയി വരും, കാരണം അവര് മെക്കാനിക്കുകളൊക്കെ വർക്ക് പഠിച്ചു വരുന്നുള്ളൂ. അതുകൊണ്ടാണ് പേഴ്സണലി പറയുകയാണെങ്കിൽ സംഭവം വണ്ടിന്റെ വണ്ടിയല്ല, ഫ്രണ്ടിന്റെയാണ്. അവന്റെ യൂസർ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ വണ്ടിന്റെ പറഞ്ഞിട്ടുള്ളത്. എന്റെ സ്വന്തം വണ്ടിയാണ്. എന്റെ സ്വന്തം വണ്ടിയാണ്, അതുകൊണ്ട് ഞാൻ ഇതിന്റെ കുറിച്ച് തന്നെ ഞാൻ 2 വണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ ഒരു പേഴ്സണലി പറയുകയാണെങ്കിൽ ബജാജ് തന്നെയാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ താഴ്ത്തി കെട്ടില്ല. ഇത് താല്പര്യമുള്ളവർക്ക് ഇത് എടുക്കാം, ഇത് വേണ്ടവർക്ക് ഇതും എടുക്കാം, രണ്ടും സഹിക്കാൻ തയ്യാറുള്ളവർക്ക് രണ്ടും എടുക്കാം. അപ്പൊ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാണ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ്സ് ചെയ്താൽ, അതുപോലെ ഏതെങ്കിലും വണ്ടിയുടെ കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർ, നിങ്ങൾക്ക് അറിയണം എന്നുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി. അടുത്ത വീഡിയോ നമ്മൾ ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ. ഓക്കെ.